രാജ്കുമാർ 40%-ലേറെയാണ് സംസ്ഥാനത്തെ പോളിംഗ് ശതമാന നിരക്ക്. കൊല്ലത്തും അതിൽ ഏറെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമാധാനപരമായ ഒരു പോളിംഗ് തന്നെ. രാവിലെ മുതലൊരു ട്രെൻഡ്, വളരെ നീണ്ട ക്യൂകൾ, ആളുകൾ വളരെ ആവേശത്തോടുകൂടി വോട്ട് ചെയ്യാൻ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് എല്ലാ ജില്ലകളിലും കാണാൻ കഴിഞ്ഞത്. കൊല്ലത്തിൻ്റെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല. എന്താണ് കൊല്ലത്തുനിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? സിജു, 42% കൊല്ലം ജില്ലയുടെ പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുന്നു. ഇനി ഒരു അല്പനേരം, ഈ ഉച്ച സമയമെന്ന് പറയുന്നത് ഭക്ഷണവും വിശ്രമവും ഒക്കെയാണ്. ഒരു 2:30-3 മണി കഴിയുമ്പോൾ വീണ്ടും ഈ പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം, പോളിംഗ് ബൂത്തുകളിലെല്ലാം തിരക്കേറുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം 2 കന്നി വോട്ടുകൾ, ആദ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ എങ്ങനെയുണ്ട്, ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ? ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ ഒരു സമ്മതിദാന അവകാശം, വോട്ടവകാശം കിട്ടുന്ന ഒരു വോട്ടർ. യു ആർ എ വോട്ടർ. അത് ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ ചെയ്യണമെന്ന് അറിയത്തില്ല. ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ചെയ്തില്ല. അപ്പോൾ ഇതൊരു സന്തോഷമുണ്ടോ? ഇങ്ങനെ നമ്മുടെ ജനാധിപത്യത്തിൽ, ഡെമോക്രസിയിൽ ഇത് നമുക്ക് കിട്ടുന്ന ഒരു പവറാണ് വോട്ടെന്ന് പറയുന്നത്. അതെ, അങ്ങനെ തന്നെയാണ്. സന്തോഷം. സന്തോഷം മനസ്സിലായി. കാര്യം പറയും. നമ്മളെയൊക്കെ ഭരിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ നോക്കും. ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി. മക്കളോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ? ഞാൻ പറഞ്ഞ ആദ്യത്തെ വോട്ടാണ്. ദൈവത്തെ വിചാരിച്ച് വോട്ട് ചെയ്യാൻ പോകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞ്, ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ചെയ്യാൻ പറഞ്ഞ്. അവരുടെ ഇഷ്ടമല്ലേ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് ഇന്നയാൾക്ക് ചെയ്യണമെന്ന് പ്രേരിപ്പിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് യൂത്ത് ഇഷ്ടമുള്ള ആൾക്ക് ചെയ്തോളാൻ പറഞ്ഞു. സിജു, ഇപ്പം നമ്മൾ ഈ ഫ്രഷ് വോട്ടേഴ്സാണ്. ഇപ്പോൾ അവർ ഈ ഇലക്ഷനിലാണ് ആദ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ചാത്തന്നൂർ ഉപജില്ലയിലുള്ള ഒരു പോളിംഗ് സ്റ്റേഷനിലാണ് ഞാനുള്ളത്. അവിടെ ആൾ തീരെയില്ല. ഇപ്പോൾ ഉച്ച സമയം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്കുള്ള ഇതിൽ വളരെ ഒരാളെ പോലും കാണാനില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോരുത്തർ വന്നിങ്ങനെ പോകുന്നുണ്ടെന്നുള്ളതല്ലാതെ പൂർണ്ണമായും ഇല്ല. അതേസമയം തന്നെ സൂചിപ്പിച്ച അതേപോലെ ഈ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ വഴക്കുകളും കാര്യങ്ങളുമൊക്കെ ബൂത്തിനകത്ത് എന്തിന് സ്ഥാനാർത്ഥി കയറുന്നു, എന്തിന് സംസാരിക്കുന്നു തുടങ്ങിയ ഒരു സങ്കടം പറച്ചിലുകളും പരിഭവങ്ങളും മാത്രമേ ഉള്ളൂ. അതെല്ലാം പോലീസ് കൃത്യസമയത്ത് ഇടപെടുന്നുണ്ട്. മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഇടപെടുന്നുണ്ട്. അതെല്ലാം സമാധാനാന്തരീക്ഷത്തിലാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിലും ഈ തെരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത്. ചില സ്ഥലങ്ങളിൽ പോളിംഗ് ഇതിന്റെ ഈ മെഷീനുകൾക്ക്, വോട്ടിംഗ് മെഷീനുകൾക്ക് ഏതായാലും കൊല്ലത്തെ വിവരങ്ങളാണ്. കൊല്ലത്ത് ഇപ്പോൾ ഏതായാലും 42%-ലേറെയായി പോളിംഗ്. ഉച്ച സമയത്ത് അല്പം മന്ദഗതിയിലായിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് കൊല്ലത്ത് നിന്ന് പങ്കുവച്ചത്. ഒപ്പം തന്നെ പുതിയ വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തിയ ആവേശത്തെ കൂടിയാണ് രാജ്കുമാർ പങ്കുവച്ചത്.